വെറും 10 ദിവസം കൊണ്ട് ജർമ്മൻ ഫ്രീ ആയി പഠിക്കാൻ ശ്രമിച്ചാലോ? ഹായ്, ഞാൻ ജാക്ക് ഫ്രാങ്ക് ജെയിംസ്, നിങ്ങളുടെ സ്വന്തം ജർമ്മൻ ലാംഗ്വേജ് ടീച്ചർ. വരൂ നമുക്ക് നോക്കാം. അതിനായി ആദ്യമേ ജർമ്മൻ ലാംഗ്വേജ് എങ്ങനെ ശരിയായ രീതിയിൽ പഠിക്കണമെന്ന് നോക്കാം. ജർമ്മൻ പഠിക്കണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഗ്രാമർ, ആർട്ടിക്കിൾ, പ്രൊനൗൺസിയേഷൻ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകളും. ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ആക്കാം. ജർമ്മൻ ഒരു ബുദ്ധിമുട്ടുള്ള ഭാഷയല്ല. പഠിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ജർമ്മൻ പഠിക്കാൻ വരുന്നവരുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആദ്യ ദിവസം തന്നെ ഗ്രാമർ പഠിക്കാൻ തുടങ്ങുന്നതാണ്. ഡെയിലി 10-15 മിനിറ്റ് ജർമ്മൻ കേൾക്കുക. ഈവൻ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എവരിത്തിങ്, ഈ വേർഡ്സ് എല്ലാം ബ്രെയിന് ഫെമിലിയർ ആകുന്നതാണ് ആദ്യത്തെ ഗോൾ. അതിന് നിങ്ങൾക്ക് ഈ 10 ദിവസത്തെ ചലഞ്ച് വീഡിയോ കണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഉറപ്പായും യൂസ്ഫുൾ ആയിരിക്കും. ജർമ്മനിലും ഇംഗ്ലീഷിലും ഒരുപാട് സിമിലർ വേർഡ്സ് ഉണ്ട്. അതേപോലെ മോസ്റ്റ് ഓഫ് ദ ആൽഫബറ്റ്സും സെയിം ആണ്. സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഈസിയസ്റ്റ് വേ റൈറ്റിംഗ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഡെയിലി 2-3 സിമ്പിൾ ലൈൻസ് ജർമ്മനിൽ എഴുതി വെക്കുക. വേർഡ്സ് മെമ്മറൈസ് ചെയ്യുന്നതിനേക്കാൾ സിറ്റുവേഷൻ ഇമാജിൻ ചെയ്ത് പഠിക്കുക. എയർപോർട്ട്, സൂപ്പർ മാർക്കറ്റ്, പബ്ലിക് സ്ട്രീറ്റ് പോലുള്ള റിയൽ ലൈഫ് സീനിൽ എന്തൊക്കെ വേർഡ്സ് യൂസ് ചെയ്യേണ്ടി വരുമെന്ന് ആലോചിക്കുക. ട്രാൻസ്ലേഷനിൽ ഒരിക്കലും കുടുങ്ങിക്കിടക്കരുത്. മലയാളം ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു ജർമ്മൻ എന്ന ചെയ്യൻ സ്ലോ ആക്കും. ഇൻസ്റ്റഡ് ജർമ്മൻ വേർഡ് ഈസ് ഈക്വൽ ടു പിക്ചർ എന്ന ഹാബിറ്റ് ഉണ്ടാക്കുക. അതായത് ഒരു വേർഡ് കേൾക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിൽ പിക്ചറൈസ് ചെയ്ത് പഠിക്കുക. മിസ്റ്റേക്സ് വരും, അത് ഫെയിലിയർ അല്ല, പ്രൂഫ് ഓഫ് ലേണിംഗ് ആണ്. ജർമ്മൻ ഒരു സബ്ജക്റ്റ് മാത്രമല്ല, ഒരു സ്കില്ലാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് ഇംപ്രൂവ് ചെയ്യുന്നത്. ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്താൽ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കായി ഫോളോ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ജർമ്മൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട, നേരെ പ്ലേലിസ്റ്റിലേക്ക് കയറി പഠിച്ചു തുടങ്ങിക്കോളൂ. ഹാപ്പി ലേണിംഗ്.